നാർസിസിസ്റ്റിക് അബ്യൂസ് നേരിടുന്നവർക്ക് ഏറ്റവും അധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നാർസിസിസ്റ്റ് അവർക്കെതിരെ തൊടുത്തുവിടുന്ന അപവാദ പ്രചാരണങ്ങൾ അഥവാ സ്മിയർ ക്യാമ്പയിനിങ്. ഇതിനുവേണ്ടി പലരെയും നാർസിസിസ്റ്റ് റിക്രൂട്ട് ചെയ്യാറുണ്ട്. അവരെയാണ് ഫ്ലൈയിങ് മങ്കീസ് എന്ന് വിളിക്കുന്നത്. ഇത് സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ നെയ്ബേഴ്സോ ആരുമാകാം. ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ സൽപ്പേര് നശിപ്പിച്ച് അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക എന്നതാണ് സ്മിയർ ക്യാമ്പയിനിങ്ങിൻ്റെ ഒറ്റ ലക്ഷ്യം. നാർസിസിസ്റ്റിക് ആയ ആൾക്കുവേണ്ടി ഫ്ലൈയിങ് മങ്കീസ് ഇരയെ ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, അവരെ ഉപദേശിക്കും, അതുമല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ ചോർത്തി നൽകും. അവൾ എല്ലാവരോടും എത്ര നന്നായാണ് പെരുമാറുന്നത്, നിനക്ക് മാത്രമേ അവളെപ്പറ്റി പരാതിയുള്ളൂ. അവൻ മുൻപൊന്നും ഇങ്ങനെയായിരുന്നില്ല, നിന്റെ സ്വഭാവം കാരണമാണ് അവൻ ഇങ്ങനെയായത്. നാർസിസിസ്റ്റിൻ്റെ കൂടെ നിന്ന് ഇരയെ ഉപദ്രവിക്കുന്ന ഫ്ലൈയിങ് മങ്കീസിന് ഒന്നുകിൽ നാർസിസിസ്റ്റിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയില്ലായിരിക്കും, അതല്ലെങ്കിൽ ഭയം കൊണ്ടോ പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന ആഗ്രഹം കൊണ്ടോ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതുപോലുള്ള അപവാദ പ്രചാരണങ്ങളെയും ഫ്ലൈയിങ് മങ്കീസിനെയും എങ്ങനെ നേരിടാം എന്ന് നോക്കാം. കുറ്റപ്പെടുത്തലുകളും അപവാദങ്ങളും കേട്ട് കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കാനും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാനും ശീലിക്കുക. മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു, പറയുന്നു എന്നുള്ളത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അതിനാൽ അവരെ തിരുത്തുന്നതിന് പകരം നിങ്ങളുടെ ഇമോഷണൽ ബൗണ്ടറീസ്, പ്രതികരണങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക. വളരെ വിശ്വസ്തരായ കുറച്ചു പേരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുന്നതും അവരോട് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമാണ്. കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള 1-2 സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ, ഒരു സ്പിരിച്വൽ സപ്പോർട്ട്, പിന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്നിവരെ ഈ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നിരന്തരം NPD ഉള്ള വ്യക്തിയെപ്പറ്റി ചിന്തിച്ച് അവരുണ്ടാക്കുന്ന അബ്യൂസിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ തലച്ചോറിൽ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നൊരു സംവിധാനമുണ്ട്. ഇതൊരു ഫിൽറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ നിരന്തരം എന്തിൽ ശ്രദ്ധ ചെലുത്തുന്നുവോ അതുമായി ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു കാണിക്കാൻ ഈ സംവിധാനം കാരണമാകുന്നു. അതിനാൽ മനഃപൂർവ്വം തന്നെ നിങ്ങളുടെ ശ്രദ്ധ പുതിയ പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ വളർച്ചയിലേക്കും കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കുക. മുൻ US പ്രസിഡന്റ് തിയഡോർ റൂസ്വെൽറ്റിന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു: നിങ്ങൾ എവിടെയായിരുന്നാലും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക. ടേക്ക് കെയർ. താങ്ക് യു.